എൻ്റെ രാമായണ പാരായണത്തിൽ സുന്ദരകാന്ഡം കഴിഞ്ഞ് യുദ്ധകാന്ഡത്തിലോട്ട് കടന്നിരിക്കുകയാണ്. 7 കാണ്ഡങ്ങളാണല്ലോ രാമായണത്തിലുള്ളത്. ബാലകാന്ഡത്തിൽ രാമന്റെ ബാല്യത്തിലെ കാര്യങ്ങളും, അയോധ്യാകാന്ഡത്തിൽ അയോധ്യയിൽ നടക്കുന്ന വർത്തമാനങ്ങളും, ആരണ്യകാന്ഡത്തിൽ കാട്ടിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളും, കിഷ്കിന്ധാകാന്ഡത്തിൽ കിഷ്കിന്ധയിൽ നടക്കുന്ന കാര്യങ്ങളുമാണല്ലോ പ്രതിപാദിക്കുന്നത്. സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ പ്രവേശിക്കുന്നതും, സമുദ്രമാർഗെ ലങ്കയിലെത്തുന്നതും, ലങ്കയിലെ ഭംഗികളും, സീതാദേവിയെ കണ്ടുമുട്ടുന്നതും, സീതാദേവിയും ഹനുമാനുമായിട്ടുള്ള സംഭാഷണവും വിവരിക്കുന്നു. അതിനുശേഷം സുന്ദരകാന്ഡത്തിന് ശേഷം യുദ്ധകാന്ഡത്തിൽ പ്രതിപാദിക്കുന്നത് രാവണ യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ആരൊക്കെയാണ് അവിടെ യുദ്ധത്തിന് പോകുന്നതും, യുദ്ധത്തിന് പോകുമ്പോൾ ആരെയെല്ലാം കണ്ടുമുട്ടുന്നതും, രാവണനെ വധിക്കുന്നതുമാണ് യുദ്ധകാന്ഡത്തിൽ പ്രതിപാദിക്കുന്നത്. അതിനുശേഷം രാമായണ കാണ്ഡം. ഉത്തരകാന്ഡത്തിൽ ശ്രീരാമന്റെ പട്ടാഭിഷേകവും ലവകുശന്മാരുടെ ജനനവും മറ്റുമാണ് പ്രതിപാദിക്കുന്നത്. ഉത്തരകാന്ഡം 7ാമത്തെ കാണ്ഡം, രാമായണ കാണ്ഡം അവസാനത്തെ കാണ്ഡമാണ് അത്. ഈ 7 കാണ്ഡത്തിൽ വെച്ച് ഏറ്റവും വായിക്കാൻ പ്രയാസമേറിയ കാണ്ഡമാണ് സുന്ദരകാന്ഡം. പക്ഷെ സുന്ദരകാന്ഡം എന്തുകൊണ്ടാണ് ഇതിന് പേര് വന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഓർക്കും. പക്ഷേ ഒരുപാട് മനോഹരമായിട്ടുള്ള എന്താണ് ആ കാണ്ഡത്തിന്റെ സൗന്ദര്യം? പല കാരണങ്ങളുണ്ട് സുന്ദരകാന്ഡമെന്ന് ആ കാണ്ഡത്തിന് പേരിടാൻ പല കാരണം. അതിലൊന്ന്, ഹനുമാന്റെ അമ്മയായ അഞ്ജനാദേവി ഹനുമാനെ സുന്ദര എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 2, കവിയുടെ കാവ്യഭംഗി വിളിച്ചോതുന്നതാണ് സുന്ദരകാന്ഡം. 3, ലങ്കയിലെ സൗന്ദര്യവും, ഹനുമാൻ സമുദ്രത്തിന്റെ മുകളിലൂടെ ലങ്കയിലോട്ട് പോയപ്പോൾ ഉണ്ടായ ആ സംഭവ വികാസങ്ങളും എല്ലാം വളരെ പല